അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ SPDF ഒക്കെ മനസ്സിലായോ? അത് ഷെല്ലും സബ്ഷെല്ലിന്റെ ഒക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? KLMN ആണ് നമ്മളുടെ 4 ഷെല്ലുകൾ അല്ലെ? അതിൽ ഏതൊക്കെയാണ്? ഫില്ലിംഗ് എത്ര ഇലക്ട്രോൺസ് കൊള്ളും? പിന്നെ L-ല് 8 എണ്ണം, M-ല് 18 എണ്ണം, പിന്നെ N-ല് 32 എണ്ണം. ഇതിന്റെ ഫില്ലിംഗ് ഓർഡർ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? 2 8 8 2. അപ്പൊ അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? എല്ലാത്തിന്റെയും എലമെന്റ്സ് പഠിക്കണം, ഒപ്പം തന്നെ അതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 30 എലമെന്റ്സിന്റെ എന്ത് ചെയ്യാം? സബ്ഷെൽ കോൺഫിഗറേഷൻ അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതി. 21 മുതൽ 30 വരെയുള്ളത്. ഓക്കെ, ഒന്ന് എഴുതി നോക്കൂ. നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനോട് ചോദിച്ചാൽ മതി. അപ്പോ നമ്മള് DNF ബ്ലോക്കിന്റെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. അപ്പൊ DNF ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നോക്കൂ, എലമെന്റ്സ് എവിടെന്നാ തുടങ്ങുന്നത്? തേർഡ് ഗ്രൂപ്പിൽ നിന്ന് 3rd ഗ്രൂപ്പ് ടു 12th ഗ്രൂപ്പ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് എലമെന്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ബ്ലോക്കിന്റെ ഇടയിലാണെന്നാണ് പറയുന്നത്? പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്? അത് ഡി സബ്ഷെല്ലിലാണ് അവസാനം അവർ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്നവരെ വിളിക്കുന്നത്. 3 പോയിന്റ് മനസ്സിലായോ? തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ്, തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളെയാണ്. അത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ തേർഡ് തൊട്ടിട്ട് 12th വരെയുള്ള ആ ഒരു ബോക്സിന്റെ ഇടയിലുള്ളത്, അതായത് 2 പില്ലേഴ്സിന്റെ ഇടയിൽ, എസും പിയുടെ ഇടയിലാണ് നമ്മുടെ ഡി ബ്ലോക്ക് ഉള്ളത്. അത് തേർഡ് ഗ്രൂപ്പ് തൊട്ടിട്ട് 12th ഗ്രൂപ്പ് വരെയാണ് ആ എണ്ണം. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ആ ഇലക്ട്രോണുകളെല്ലാം തന്നെ ലാസ്റ്റ് ഡി ബ്ലോക്കിലാണ് ഫില്ലിംഗ് ഓർഡർ വെച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും എലമെന്റിന്റെ ഇടയിലാണ് ഡി ബ്ലോക്കിന്റെ സ്ഥാനം. ക്ലിയർ? പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോപോസിറ്റീവായ മെറ്റൽ ആണ് എസ് ബ്ലോക്ക്. അവിടെ നിന്ന് വളരെ ഇലക്ട്രോപോസിറ്റീവ് കുറഞ്ഞ നമ്മുടെ എലമെന്റുകളാണ് പി ബ്ലോക്കിലുള്ളത്. ഇവർക്കിടയിലാണ് ആരുള്ളത്? നമ്മുടെ ഈ ഡി ബ്ലോക്ക് ഉള്ളത്. അതായത് ഇലക്ട്രോപോസിറ്റീവ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവായിട്ട് ചാർജ് കിട്ടുന്നതാണ്. അപ്പൊ എസ് ബ്ലോക്കുകളാണ് കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ്, പി ബ്ലോക്ക് ആണ് വളരെ ലെസ് ഇലക്ട്രോപോസിറ്റീവ്. അവരുടെ ഇടയിലാണ് നമ്മുടെ ഡി ബ്ലോക്ക് ഉള്ളത്. ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റുകളാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇതേപോലെ തന്നെ എന്താണ് ഡി ബ്ലോക്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഇലക്ട്രോപോസിറ്റീവിന്റെയും ഏറ്റവും കൂടുതൽ ഇലക്ട്രോപോസിറ്റീവായ എസ് ബ്ലോക്കും ഏറ്റവും കുറവ് ഇലക്ട്രോപോസിറ്റീവായ പി ബ്ലോക്കിന്റെ ഇടയിലുള്ള എലമെന്റുകളാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡി ബ്ലോക്കിന് പറയുന്ന പേരെന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അവർ പറയുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഡി ബ്ലോക്കില് ഡി ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പോ 3D4S 3D4 4S2 ആണെന്ന് വിചാരിക്കാം. 3D4 4S2. ഓക്കെ, അപ്പോ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും ഡി എന്ന് പറയുന്ന ഷെല്ലില്? SPDയിലെ ഡി എത്ര എണ്ണം കൊള്ളും? 10 ആണ്. വെരി ഗുഡ്. അപ്പൊ ഈ 10 ആവുമ്പോൾ 10 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫില്ലാണ്. ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫില്ലാണ് 10 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിന്റെ 5 ആയിരിക്കും. അപ്പൊ 5ലും 10ലും ആണ് ഡി ഇരിക്കണമെങ്കിൽ അവർ വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഹാഫ് ഫിൽ ആവുമ്പോൾ ഒരു സ്റ്റേബിൾ ആണ്, ഫുൾ ആവുമ്പോൾ ഒരു സ്റ്റേബിൾ ആണ്. അപ്പൊ അവർ മാക്സിമം ഹാഫ് ഫിൽ ആവാനും ഫുൾ ഫിൽ ആവാനുമാണ് നോക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ 3D4 4S2 ആണ് ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും? 4S2ൽ നിന്ന് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ 3D എന്തായി? 5 ആയി. മനസ്സിലായോ? അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് അവർ നോക്കും. അതേപോലെ തന്നെ 3D9 4S2 ആണെങ്കിൽ ഇതേപോലെ എസിൽ നിന്ന് ഒരാൾ എടുത്തിട്ട് 3D10 4S1 ആയിട്ട് മാറും. അങ്ങനെ അവർ സ്റ്റേബിൾ ആവാൻ നോക്കുന്ന ഒരു എന്താ പ്രത്യേകത അവർക്കുണ്ട്. ആ സ്റ്റെബിലിറ്റി ആവാനായിട്ട് അവർ കൂടുതൽ നോക്കും. അതുകൊണ്ട് തന്നെ സിങ്ക്, കാഡ്മിയം, ഹൈഡ്രജൻ ഇവരെല്ലാവരും ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പാർഷ്യലി ഫിൽഡ് ആണ്. ബാക്കി എല്ലാവരും തന്നെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. സ്യൂഡോ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അവർ ഫില്ലായിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഡിയും എസിലും ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്യൂഡോ ട്രാൻസിഷൻ അവർ ഓൾറെഡി
ഫില്ലായിട്ട് ഇരിക്കണം. ഇനി ആരെ അവർക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള 3 ആൾക്കാരാണ് എന്ത് സിങ്ക്, കാഡ്മിയം, HG എന്ന് പറയുന്നത്, മെർക്കുറി എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ആരൊക്കെ? Zn, CD ആൻഡ് HG. ഇവരെല്ലാവരും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. കാരണം 1 or 2 കിട്ടിയാൽ അവർ കംപ്ലീറ്റ് ആവും. ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആവും അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ആവും. അതുകൊണ്ട് നമ്മൾ അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഇവരുടെ ഒരു ജനറൽ ഫോർമുല ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കണ്ടോ ആ ഡെഫിനിഷൻ? ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഈസ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഫോർമുല എന്താണെന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ഹെഡിങ്ങിന്റെ അടിയിൽ കണ്ടോ ഫോർമുല? ഫസ്റ്റ് ലൈനിൽ തന്നെ മൈനസ് അല്ലാതെ n-1 ആണ്. d⁻1 മുതൽ 10 വരെയാണ് അതിന്റെ ഉള്ളിൽ വരിക. അപ്പൊ അതിൽ ചിലപ്പോ 2 ആയിരിക്കും. അങ്ങനെ എണ്ണാണ് 1 മുതൽ 10 വരെയാണ് ഡിയുടെ ഉള്ളിൽ കൊള്ളാന്നാണ് അർത്ഥം കേട്ടാ. 1 to 10. പിന്നെ n is 1 to 2, 1 or 2 അതിലേക്ക് കൊള്ളും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഔട്ടർ പുറമേയുള്ള, അതായത് ഡിയുടെയും എസിന്റെയും മാത്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് നോക്കാനാണ് ഈ ഒരു ഫോർമുല വന്നിരിക്കുന്നത്. അതായത് 1s2 തൊട്ട് 3d വരെ എന്താണ് 3p6 വരെ എല്ലാത്തിനും, അതായത് നമ്മുടെ ഈ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ എല്ലാത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനില് 3p6 വരെ ഫില്ലാണ്. ബാക്കിയുള്ളതിനാണ് വ്യത്യാസം വരിക. എന്താണ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ്? 3dക്കും 4sനും മാത്രമാണോ ഒന്നും വ്യത്യാസം? പിക്കൊക്കെ വ്യത്യാസം ഉണ്ടോ നോക്കിയേ? ഇല്ല. അപ്പൊ 3p6 വരെ ഈ ഡി ബ്ലോക്ക് എലമെന്റിലെ 21 മുതൽ 30 വരെയുള്ള എലമെന്റുകൾ എല്ലാത്തിലും ഫിൽഡ് ആണ് അല്ലെ? വ്യത്യാസം വന്നിരിക്കുന്നത് ആർക്കാ? അപ്പൊ 3d ആൻഡ് 4s ഇതിനാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ഈ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇത്രയും എഴുതേണ്ട കാര്യമില്ലല്ലോ. 3d എഴുതുമ്പോൾ 3p6 വരെ ഫില്ലാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ ഫോർമുല എങ്ങനെ എഴുതിയിരിക്കുന്നത്? n-1 3d n-1 d⁻1 to 10 n⁻1 to 2. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3rd ഷെല്ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 3-1, അല്ലെങ്കിൽ ഇപ്പൊ 4th ഷെല്ലിലാണ്, അത് ഷെല്ലിന്റെ എണ്ണം തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ അതെങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ ആദ്യം ഷെൽ കോൺഫിഗറേഷൻ എഴുതണം. 2882ന്റെ പോലെ ഇവിടെ നമ്മൾ 2892 എന്നുള്ള 21ാമത്തെ എലമെന്റിന്റെ കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം മാത്രം സബ് ഷെല്ലിലേക്ക് പോവാ. മനസ്സിലായല്ലോ? ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ എളുപ്പല്ലേ? ഫില്ലിംഗ് ഓർഡർ അനുസരിച്ചിട്ട് 2892 എന്ന് വരും അല്ലെ 21ാമത്തെ എലമെന്റിന്. അപ്പൊ അത് എത്രാമത്തെ എലമെന്റിൽ വെച്ചിട്ടാണ് അത് ക്ലോസ് ആയിരിക്കുന്നത്? 4 ഷെല്ലിൽ ഫിൽ ആയിട്ടുണ്ടോ? 3 ഷെല്ലിൽ മാത്രമാണോ? ഷെൽ ആൻഡ് സബ് ഷെൽ ഡിഫറൻസ് എന്താ? ഷെൽ മീൻസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാര്, KLMN. സബ് ഷെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരാ. കെയിലെ എസ്, എല്ലിലെ എസും പിയും. അപ്പൊ സബ് ഷെല്ലുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ SPDF. ഷെല്ലുകൾ ആരാന്ന് ചോദിച്ചാൽ KLMN. തെറ്റരുത്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മളുടെ 21ാമത്തെ എലമെന്റിന്റെ ഷെൽ കോൺഫിഗറേഷൻ എണ്ണം പറയൂ. 21ാമത്തെ എലമെന്റ് ഫില്ലിംഗ് ഓർഡർ അനുസരിച്ചിട്ട് ഇവർക്ക് എത്ര വരാ? 2892 അല്ലേ വരാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ 2892 ആണ്. അത് കഴിഞ്ഞിട്ടാണ് 18ലെ ബാക്കി ഫില്ല് ചെയ്യാൻ പോവുക. അപ്പൊ 2892 എന്ന് വരും 21ാമത്തെ എലമെന്റിന് അല്ലെ? ഇനി ഈ സ്കാൻഡിയം കഴിഞ്ഞ് ടൈറ്റാനിയം എത്തിയപ്പോ 9 എന്തായി? 10ആയി. അങ്ങനെ 18 വരെ ഫില്ല് ചെയ്തതിന് ശേഷമേ അടുത്തതിലേക്ക് പോവുള്ളൂ. അടുത്ത 2 എന്നുള്ളത് 32 വരെ ഫില്ല് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ പോകുന്നത്. അപ്പൊ 2892 ആണ് നമ്മുടെ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര ഷെല്ലുകൾ അവിടെ ഫില്ലായിട്ടുണ്ട്? KLMN 4 ഷെല്ലും ഫില്ലായിട്ടില്ലേ? എമ്മില് എത്ര എണ്ണം കൊള്ളുന്ന പറഞ്ഞത്? ഇലക്ട്രോണുകള് എത്ര എണ്ണം കൊള്ളുന്ന പറഞ്ഞിട്ടുള്ളത്? ഓർഡർ എങ്ങനെയാ? ഫില്ലിംഗ് ഓർഡർ 18 എണ്ണം. ഫില്ലിംഗ് ഓർഡർ എങ്ങനെയായിരിക്കണം ഇത് ഫില്ല് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. 2, 8, 18, 32. ആദ്യം ഫില്ല് ചെയ്യുമ്പോൾ 2882 ആണ് വെച്ച് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? 2882 എന്ന് പറഞ്ഞാൽ 20 എണ്ണാണ്. 20 എലമെന്റുകൾ, 20ാമത്തെ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 2882. 21 വരുമ്പോ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലിലേക്ക് പോകാൻ പറ്റുമോ? എല്ലിലാകെ 8 എണ്ണേ കൊള്ളുള്ളൂ.
പക്ഷെ എമ്മിൽ എത്ര എണ്ണം കൊള്ളും? 18 എണ്ണം കൊള്ളും. അതിൽ 8 എണ്ണം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി എന്ത് ചെയ്യാ? ഒരെണ്ണത്തിന് അതിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണ് 2, 8, 9, 2 എന്ന് വന്നത്. മനസ്സിലായോ? ഹലോ. അപ്പൊ 9 അടുത്ത ദിവസം ടൈറ്റാനിയത്തിൽ വരുമ്പോ എങ്ങനെ വരും കോൺഫിഗറേഷൻ? ടൈറ്റാനിയം വരുമ്പോ 2, 8, 10, 2 എന്ന് വരും ഇല്ലേ? ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇത് എഴുതി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ വിചാരിച്ചത്. അതായത് നിങ്ങൾ കേട്ടു എന്നാ വിചാരിച്ചത്. അങ്ങനെ ആവുമ്പോ കുറച്ചും കൂടി മനസ്സിലായേനെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷെൽ കോൺഫിഗറേഷൻ സ്കാൻഡിയത്തിന് 2, 8, 8, 2, 8, 9, 2 എന്നുള്ളത്. ഇനി അതിനെ നമ്മൾ ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ ആവുമ്പോൾ ഇതേപോലെ 1s2, 2s2, 2p6, 3s2, 3p6, 3d1 വരും. 3d1 വരും. അതേപോലെ 4s2 വരും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ? ഒന്ന് എഴുതി നോക്കിയേ. സ്കാൻഡിയത്തിന്റെ മാത്രം ഒന്ന് എഴുതി നോക്കിയേ. ഷെൽ കോൺഫിഗറേഷൻ ഏതാട്ടാ? KLMN 2, 8, 9, 2. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. 1s2 അങ്ങനെ വെച്ച് എഴുതി നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6. അതിന്റെ അടിയിൽ വെച്ച് അടിയിൽ തന്നെ നോക്കിയത്. 4s1, 4s2, പിന്നെ 3d1. 4s2 1s2, 2s2, 1s2, കേട്ടില്ല 2p6, അതാട്ടോ. 3s2, 3p6, 4s2, 3d1. പറഞ്ഞോ. വെരി ഗുഡ്. മനസ്സിലായോ? ഇപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായോ? അപ്പൊ ഇതില് 3p6 വരെ നമുക്കറിയാം, എല്ലാത്തിനും കോമൺ ആണ്. അപ്പൊ അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ 3d1 4s2 ആണെന്നുള്ളത് എങ്ങനെ നമ്മള് പെട്ടെന്ന് ഒരു എലമെന്റ് തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. 23ാമത്തെ എലമെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ 23ാമത്തെ എലമെന്റ് എന്ന് പറയുന്നതിന്റെ കോൺഫിഗറേഷൻ ഏത്? ഷെല്ല്. അപ്പൊ 2, 8 എന്താവും? 11, 2 എന്നാവും. 11, 2 എന്ന് പറയുമ്പോ എത്ര ഷെല്ലും ഫില്ലാണ്? 4 ഷെല്ലും ഫില്ലല്ലേ? K ഫില്ലാണ്, L ഫില്ലാണ്, M ഫില്ലാണ്, N ഫില്ലാണ് അല്ലേ? അതന്നെ. 8, 9, 10, 11 അങ്ങനെ 18 വരെ പോകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 32 എണ്ണത്തില് 2 എണ്ണല്ലേ എസ്സിൽ കൊടുത്തിട്ടുള്ളൂ, ലാസ്റ്റത്തെ എസ്സിന് 4s. അങ്ങനെ പോകും. അപ്പൊ ഇതില് നമ്മൾ ഈ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ 4 ഷെല്ലും ഫില്ലല്ലേ? KLMN ഫില്ലല്ലേ? അപ്പോ നമ്മുടെ N = 4 എന്നാണ്. ആ N = 4 എന്ന് പറഞ്ഞാൽ 4 ഷെല്ലും ഫില്ലാണ്. ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കണം. അപ്പൊ 4 ഫില്ലാണെങ്കിൽ എന്ത് ചെയ്യാ? 4 എന്നുള്ള നമ്പർ N കൊടുക്കുക. അപ്പൊ 21ാമത്തെ എലമെന്റിന്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോ എന്താവും? 4 - 1d⁻² എന്താണ്? 1 4ന്റെ അവിടെ എന്ത് വരും? Nന്റെ അവിടെ എന്ത് വരും? പിന്നെയും 4s2. അപ്പൊ നമ്മുടെ എന്താണ്? N-1 എന്നുള്ളത് എന്ത്? 4 - 1 3d. 3dയിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. പിന്നെ NSലും 2 എണ്ണം. അപ്പൊ N എന്നുള്ളടത്ത് 4 കൊടുത്തു. അങ്ങനെ 4s2. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അത് എഴുതാന്ന്. മനസ്സിലായോ? Nന്റെ സ്ഥാനത്ത് എത്രാമത്തെ ഷെല്ലാ നോക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കോൺഫിഗറേഷന്റെ ഫോർമുല. ഇനി ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് എന്തുകൊണ്ടാ വന്നേന്നുള്ളത് പറയണ്ട. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ? അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഒന്നാമത്തത് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. റേഡിയൈ എന്ന് പറയുമ്പോൾ ആദ്യമുള്ള ഹൈഡ്രജനിൽ ഒരു സർക്കിളേ ഉള്ളൂ, S എന്നുള്ള സർക്കിളേ ഉള്ളൂ, അതിൽ ഒരെണ്ണേ ഉള്ളൂ അല്ലെ? ഒന്നാമത്തെ എലമെന്റ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഷെല്ലേ ഉള്ളൂ ആണല്ലോ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 21ാമത്തെ വന്നപ്പോ 4 റിങ്ങും വന്നില്ലേ? KLMN എന്ന് പറഞ്ഞിട്ടുള്ള റിങ് വന്നില്ലേ? അപ്പൊ അതിന്റെ റൗണ്ടിന് വ്യത്യാസം വന്നില്ലേ? കണ്ടോ? KLMN എന്ന് പറയുമ്പോ റിങ്ങുകൾ കണ്ടോ? K ആവുമ്പോ ഒരെണ്ണം, Lനാവുമ്പോ 2 എണ്ണം, M-നാവുമ്പോ 3ാമത്തെ 4. അപ്പൊ 4 ഫില്ല് ചെയ്യണമെങ്കിൽ ആ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് റിങ്ങിന്റെ അത്രയായിരിക്കും. മനസ്സിലായോ? അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒന്നാമത്തെ എലമെന്റ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് K ഷെല്ലിലായിരിക്കും. അപ്പൊ K എന്ന് പറയുന്ന ആദ്യത്തെ റിങ് അല്ലേ? ആ ഒരു റിങ് വെച്ചിട്ട് സൈസ് എന്തായി? ചുരുങ്ങി. ഹൈഡ്രജന്റെ സൈസ് എന്തായി? ഒറ്റ ഷെല്ലായിട്ട് ചുരുങ്ങി. അതിന് N വരുമ്പോ അതിന്റെ സൈസ് വലുതായില്ലേ? അപ്പൊ ഇനി മൊത്തം നമ്മുടെ പീരിയോഡിക് ടേബിളില് ഈ
ആറ്റത്തിന്റെ സൈസുകൾ എങ്ങനെയാണ് പോകുന്നതെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അറ്റോമിക് ഗിവൻ സീരീസ് atomic and ionic radii first decreases, then become constant and increases towards the end of the series. നമ്മുടെ ആദ്യത്തെ പീരിയോഡിക് ടേബിളിൽ ആദ്യം ചെറിയ കുറവാണ് സംഭവിക്കുന്നത്. അതായത് ഹൈഡ്രജൻ ഒക്കെ ഹൈഡ്രജൻ ഹീലിയം ഒക്കെ വരുമ്പോൾ എന്തായി, കുറഞ്ഞു, അവർക്ക് സൈസ് കുറഞ്ഞു, പിന്നെ കോൺസ്റ്റന്റ് ആയി, പിന്നെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിക്രീസസ്, ദെൻ ബിക്കം കോൺസ്റ്റന്റ് ആൻഡ് ഇൻക്രീസസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സീരീസ്. ഇതാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? അങ്ങനല്ല, ആദ്യം കുറയും, പിന്നെ കോൺസ്റ്റന്റ് ആവും, ഡി എലമെന്റ്സ് ഒക്കെ വരുമ്പോ 4 മാത്രവും, പിന്നെ ഇൻക്രീസ് വരും. 3 സ്റ്റെപ്പ്. രണ്ടാമത്തെ പോയിന്റ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് ഇൻക്രീസസ് അപ് ടു ദ മിഡിൽ വരുന്നവരെ അതിന് ഇൻക്രീസ് ആയിരിക്കും, പിന്നെ കുറയും, ദെൻ ഡിക്രീസസ്. മനസ്സിലായോ? അപ്പൊ ഈ എലമെന്റുകളുടെ മൊത്തം പീരിയോഡിക് ടേബിളിന്റെ കാര്യം പറയുന്നത് കേട്ടോ, ഓരോ എലമെന്റ് ആയിട്ടല്ല പറയുന്നത്, ബ്ലോക്ക് വൈസ് ഒക്കെയാ പറയുന്നത്. ഫസ്റ്റിൽ എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, നമ്മുടെ പി ബ്ലോക്ക്, ഈ 3 പേരെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ആദ്യം മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് ഇൻക്രീസസ്, മിഡിൽ വരെ ഇൻക്രീസ് വരും, പിന്നെ മിഡിലിൽ നിന്ന് എന്തായി ഡിക്രീസ് വരും. ഫസ്റ്റ് ഇൻക്രീസ്, ദെൻ ഡിക്രീസ് അപ് ടു മിഡിൽ. മിഡിൽ അതിന് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് മിഡിൽ വരെ അവർക്ക് ഇൻക്രീസ് വരും, പിന്നെ അവർ ഡിക്രീസ് വരും. തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ആണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അത് അയോണുകൾ ആവാനുള്ള ചാൻസ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ എന്തോരം അതിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് ചാർജ്, സോ ഞാൻ പോസിറ്റീവ് അയോണായി, ഞാൻ മേടിക്കുകയാണ്, എൻ്റെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ മേടിക്കുന്നത്, സോ എനിക്ക് നെഗറ്റീവ് ചാർജ് ആണ്, സോ ഞാൻ എന്തായി, നെഗറ്റീവ് അയോണായി. 2 കാര്യം മനസ്സിലായോ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ. കൊടുക്കുന്നതെല്ലാം നല്ല കാര്യമാണെന്ന് ചിന്തിക്കുക, സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ. നെഗറ്റീവ് അയോൺ. അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോൺ അങ്ങനെ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് അയോൺ ആവാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം ആ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അയണൈസേഷൻ, ഈ ട്രാൻസിഷൻ എലമെന്റുകളുടെ, അതായത് ഡി ബ്ലോക്ക് എലമെന്റിന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. അത് എവിടെ നിന്നാണ്, ലെഫ്റ്റ് ടു റൈറ്റ് എന്നും കൂടി പറയണം കേട്ടോ. അപ്പൊ അത്രയാണ് അതിൽ പഠിച്ചാൽ മതി. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നമുക്ക് 8 ഇലക്ട്രോണുകൾ വേണമല്ലോ, അല്ലെങ്കിൽ അത് എത്രയാണ് 8-8-2 എന്നുള്ള ഫില്ലിംഗ് ഓർഡറിൽ നമ്മുടെ ഇലക്ട്രോണുകൾ വേണം. അപ്പൊ അതില്ലെങ്കിൽ ഒന്നുകിൽ മേടിക്കും അല്ലെങ്കിൽ കൊടുക്കും. അപ്പൊ ഞാനിപ്പോ 2 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് +2 ആണ് എന്റെ ചാർജ്. അതാണ് എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +2 എന്നുള്ളതാണ് എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ ഈ ചാർജ് പോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വയ്ക്കുമ്പോൾ +2 എത്രണ്ണത്തിന് കൊടുത്തു, +3 +4 ഇതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. അപ്പൊ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെറ്റലുകൾ എന്താണ്, പലരും പലതാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില എലമെന്റുകൾ 1 കൊടുക്കും, ചിലത് 2 കൊടുക്കും, ചിലത് 3. ഫിക്സഡ് അല്ലാണ്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ആണ്, മാറിക്കൊണ്ടേയിരിക്കും, ഫിക്സഡ് അല്ല. അടുത്തത് ഇതേപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രിസിറ്റി ഡി എലമെന്റുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അത് എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് എന്താണ്, ഇതേപോലെ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഇൻക്രീസ് ആണ്. മനസ്സിലായോ? ഇനി അടുത്ത ആളാണ് നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 2 ടൈപ്പ് മാഗ്നറ്റിസം ഏതൊക്കെയാ? പാരാമാഗ്നറ്റിസം ആൻഡ് ഡയാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഈ ഇവിടെയുള്ള ആൾക്കാർ അതിനെ അട്രാക്ട് ചെയ്യും, അതാണ് പാരാ. ഡയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവരതിനെ റിപ്പൽ ചെയ്യും, അവർക്ക് വേണ്ട, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് അവർക്ക് ആവശ്യമില്ല, അതാണ് പറയുന്നത്. അതെന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഫെറോ മാഗ്നറ്റിസം ഉണ്ട്. അതേപോലെ ഡയ മനസ്സിലായോ? അതായത് നമ്മുടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യുന്നവര് പാര ആണ്, റിപ്പൽ ചെയ്യുന്നവര് ഡയ ആണ്. ഇനി ഫെറോ എന്ന് പറഞ്ഞാല് അവര് ചാർജ് ഇല്ലാത്ത ആൾക്കാർ പോലും ഇവരായിട്ട് വളരെയധികം അൺചാർജ്ഡ് മെറ്റീരിയൽസും ഇവരെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അട്രാക്ഷൻ ആണ് ഫെറോ എന്ന് പറയുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റുകൾ എല്ലാം തന്നെ ഫെറോ മാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഡി ബ്ലോക്ക് എലമെന്റുകൾ എല്ലാവരും
എന്ത് മാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്? ഫെറോ മാഗ്നറ്റിസം ആണ്. ഓക്കെ, അതായത് അത് എന്താണ് പാരാമാഗ്നറ്റിസത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആണ്. പക്ഷെ ഇവിടെ ഏത് മാഗ്നറ്റിസം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫെറോ ആണ്. പിന്നെ 7ാമത്തെ പ്രോപ്പർട്ടി, ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ് ഓർ കോമ്പൗണ്ട്സ്. മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ കളേർഡ് ആണ്. അതായത് ഈ ട്രാൻസിഷൻ മെറ്റലുകൾ, ഡി ബ്ലോക്ക് എലമെന്റിലുള്ള എല്ലാ എലമെന്റുകളും തന്നെ കളേർഡ് കോമ്പൗണ്ടുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഇവരെ മറ്റൊരാളെ കൂടി ചേരുമ്പോൾ അവർക്ക് എല്ലാത്തിനും കളർഫുൾ ആണെന്ന് മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് ഉണ്ടെന്ന്, കളർലെസ് അല്ലാന്ന്. ക്ലിയർ ആയോ? അത് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള എലമെന്റുകളാണ് കൂടുതൽ അല്ലെ. സിങ്ക്, HG, കാഡ്മിയം, ഈ 3 പേരൊഴികെ ബാക്കി എല്ലാവരും പകുതി ഫില്ല് ചെയ്തിട്ടുള്ള ആൾക്കാരാ. ഫുള്ളി ഫിൽഡ് ആയ 3 ആൾക്കാരേ ഉള്ളൂ, സിങ്ക്, കാഡ്മിയം ആൻഡ് HG. ഇവരൊഴികെ ബാക്കി എല്ലാവരും പാർഷ്യലി ഫില്ല് ആയതുകൊണ്ട് മറ്റ് എലമെന്റുകൾ ഇവരുടെ സ്ഥാനത്ത് വന്ന് ഫില്ലാവും. അപ്പൊ ഇവർക്ക് കളേഴ്സ് ഫോം ചെയ്യും. കെമിക്കൽസ് കണ്ടിട്ടില്ലേ പലരും കളർഫുൾ ആയിട്ടുള്ളത്? കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറ്, അങ്ങനെ പിങ്ക് കളേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് പാർഷ്യലി ഫിൽഡ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന, ഇവരുടെ കൂടെ ഉണ്ടാകുന്ന എല്ലാ കോമ്പൗണ്ടുകളും തന്നെ കളർഫുൾ ആണ്. 8ാമത്തെ പ്രോപ്പർട്ടി, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്. പലതരം കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറെ ഈ എലമെന്റുകളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറാന്നുള്ളതാണ്. ട്രാൻസിഷൻ മെറ്റൽസ് ഫോംസ് എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ്. അങ്ങനെ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാവാനായിട്ട് ട്രാൻസിഷൻ എലമെന്റുകൾക്ക് പറ്റാറുണ്ട്. കാരണം 4 പ്രോപ്പർട്ടീസ് ആണ്. കമ്പാരിറ്റീവ്ലി സ്മോളർ സൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരുടെയും സൈസ് എന്താണ്? വളരെ ചെറിയ സൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലും മറ്റ് എലമെന്റുകളായിട്ട് കൂടിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. 2ാമത്തേത്, ഹൈ അയോണിക് ചാർജ്. എന്താ അയോണിക് ചാർജ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. വെരി ഗുഡ്. അടുത്തത് 3rd പോയിന്റ് വായിച്ചോളൂ പറഞ്ഞ. അതായത് നമ്മളിപ്പോ പറഞ്ഞു കളേർഡ് കോമ്പൗണ്ട് ആവാനുള്ള കാരണവും പാർഷ്യലി ഫിൽഡ് ആയതുകൊണ്ടാണ്. ഇപ്പൊ കോംപ്ലക്സ് ഉണ്ടാവാനുള്ള കാരണവും അവര് മിക്കവരും പാർഷ്യലി ഫിൽഡ്, 4 പേരൊഴികെ ബാക്കി എല്ലാവരും പാർഷ്യലി ഫിൽഡ് ആണ്. ലാസ്റ്റ് പോയിന്റ് എന്താ? നമ്മൾ പറഞ്ഞു പലരും വിട്ടുകൊടുക്കുന്നതും മേടിക്കുന്നതും ഒക്കെ എന്താണ്? കൃത്യമായ ഒരു എണ്ണമല്ല, വേരിയബിൾ, വെറൈറ്റീസ്. വേരിയബിൾ എന്ന് വെച്ചാൽ ചേഞ്ചിങ് ആണ്. ഒരെണ്ണം കൊടുത്താൽ മറ്റേ 2 കൊടുക്കണ്ടോ. അപ്പൊ അതും ഒരു കാരണമാണ് കോംപ്ലക്സുകൾ ഉണ്ടാവാനുള്ള. ക്ലിയർ? പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താ? 9ാമത്തെ പ്രോപ്പർട്ടി എന്താ? കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ആണ്. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ട്രാൻസിഷൻ മെറ്റലുകൾ എല്ലാം തന്നെ കാറ്റലിസ്റ്റുകളായി പ്രവർത്തിക്കുക. അതായത് എ ബിയും കൂടി ചേർന്ന് സി ഉണ്ടായി. ആ സി ഉണ്ടാവാനായി ആരോന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ കുറച്ചും കൂടി സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റലിസ്റ്റുകളായിട്ട് ഈ ഡി ബ്ലോക്ക് എലമെന്റുകൾ പ്രവർത്തിക്കാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് കൂടുതൽ പേരും കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. മനസ്സിലായോ? ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിൽ അവർ പങ്കെടുക്കാറുണ്ട് ഈ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി 10ാമത്തെ ആളാണ് ഇന്റർസ്റ്റീഷ്യൽ compound formation. They are formed when smaller atoms like hydrogen, nitrogen, carbon, etc. are trapped inside a crystal lattice of metal. They are usually non-stoichiometric, neither typically ionic or nor covalent. ഇവര് അയോണിക് കോമ്പൗണ്ട് അല്ല, കോവാലന്റ് കോമ്പൗണ്ട് അല്ല. ഇവരെല്ലാവരും തന്നെ വളരെ ചെറിയ ആറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ക്രിസ്റ്റൽസിന്റെ ഉള്ളിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഈ ട്രാൻസിഷൻ എലമെന്റുകളെ കാണാറുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ക്രിസ്റ്റൽ ഫോമില കാണാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാറുള്ളൂ കേട്ടോ. എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു അറ്റോമിക് റേഡിയേ ഇപ്പൊ ഇൻക്രീസസ്, അങ്ങനെ പറയില്ലേ? അങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. ഞങ്ങളിപ്പോ പറഞ്ഞത് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ആ പറഞ്ഞത്. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് വെച്ചാൽ ഇവര് ഭയങ്കര ചെറിയ കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവര് ക്രിസ്റ്റൽ ഫോമിലാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്നാ പറയുന്നത്. പിന്നെ പറഞ്ഞത് കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയാണ്. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയ റിയാക്ഷനുകൾ ഉണ്ടാവാനായിട്ട് എയും ബിയും കൂടി ചേർന്ന് സി ഉണ്ടാവുന്നു. അതിന്റെ ഇടയിൽ ആരോന്റെ മുകളിൽ കൊടുക്കുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റുകൾ. അങ്ങനെ ഈ ട്രാൻസിഷൻ എലമെന്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? ഇനി അപ്പൊ നമ്മുടെ ഈ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്, അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അവർ ഹാർഡ് ആണ്, കാണാനായിട്ട് ഭയങ്കര ഒരു നമ്മുടെ ഒരു സ്റ്റോൺ ഒക്കെ പോലെ ഹാർഡാണ്. പിന്നെ മെറ്റാലിക് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ കെമിക്കലി ഇനേർട്ട് ആണ്. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് ആണ് അവർ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത്. എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത്
അലോയികൾ ഉണ്ടാവാന്ന് പറഞ്ഞാല് ഇവർ ഇതേപോലെ തന്നെ എന്താണ് പല സൊല്യൂഷനുകൾ കൂടി ചേർന്നിട്ട് എക്സ്ട്രാ വല്ല ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അലോയ് ആർ ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻസ് ഓഫ് എലമെന്റ്സ് ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഈസ് എ മെറ്റൽ. ഇതില് ഇപ്പൊ തന്നിരിക്കുന്ന ഇവര് കോമ്പൗണ്ടുകളൊക്കെ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഒരെണ്ണം മെറ്റൽ ആയിരിക്കും. അതാണ് അതിന്റെ അലോയ് എന്ന് പറയുന്നത്. അലോയ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മളിപ്പോ ബോക്സൈറ്റ് അതൊക്കെ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഒരു എലമെന്റിൽ നിന്ന് ഒരു മെറ്റലിനെ കിട്ടുക. അപ്പൊ ഇതിൽ ഇതേപോലെ ഒരു ട്രാൻസിഷൻ എലമെന്റ്സിൽ മിക്കതും എന്തായിരിക്കും ഒരു അലോയ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ് ദേ റെഡിലി ഫോം അലോയ്സ്. ഓക്കെ, ഇപ്പൊ ബ്രോൺസ് ആണെങ്കിൽ അതിൽ കോപ്പറും സിങ്കും ആയിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ, കോപ്പർ, നിക്കൽ, മാഗ്നീസ്, ക്രോമിയം ഇതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണ്, അതിലുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. ബാക്കിയുള്ളത് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് എന്താണെന്ന് വെച്ചാല് നാളെ നിങ്ങൾ ചെയ്യേണ്ടത് 21 മുതൽ 30 വരെയുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആദ്യം ഷെൽ കോൺഫിഗറേഷൻ 2-8 എന്നുള്ള രീതിയിൽ എഴുതുക. പിന്നെ എന്നിട്ട് വേണം സബ് ഷെൽ എഴുതാനായിട്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മുടെ അപ്പൊ അത് നമ്മൾ എഴുതുക. പിന്നെ ഞാനിപ്പോ ഇന്ന് എടുത്തത് എന്തൊക്കെയാണ്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ഡി ബ്ലോക്ക് എലമെന്റ് എടുത്തത്. അതിന് കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു, അതിനൊരു ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് നമ്മൾ എത്ര പ്രോപ്പർട്ടീസ് പറഞ്ഞു? 11 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ക്ലിയർ ആയോ? അപ്പൊ ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ 11 വരെ വായിച്ചു നോക്കുക. ഇനി അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് എന്നോട് മാർക്ക് ചെയ്ത് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. ഈ 11 എണ്ണം വരെ പഠിക്കുക. 11 എണ്ണം എന്താണെന്ന് പറയാൻ കിട്ടണം. അതിന് ഓരോന്നിനും എന്താ സംഭവിക്കുന്നതെന്നും പറയണം. അപ്പൊ പഠിച്ചു വരില്ലേ നെക്സ്റ്റ് ക്ലാസ്സില്? പിന്നെ KLMN SPDF അത് എഴുതണത് എങ്ങനെയാന്നുള്ളത് ഞാനൊരു ഫോട്ടോ അയച്ചു തരാം. മിസ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. കുറച്ചും കൂടി മനസ്സിലാവുക. എഴുത്ത് തന്നെയാണ്, അത് നിങ്ങൾക്കൊന്ന് ഞാൻ എഴുതിയിട്ട് അയച്ചു തരാം.